എനിക്ക് അങ്ങനെ എൻ്റെ കൂടെ നിൽക്കും എന്ന് ഉറപ്പുള്ള ഒരാള് എനിക്കില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് എൻ്റെ പ്രശ്നങ്ങൾ സംസാരിക്കാൻ എനിക്കൊരു ഇടം കണ്ടെത്താൻ പറ്റുന്നില്ല എന്ന് പറയുന്ന പല ആൾക്കാരും ഉണ്ട്. അപ്പൊ അവരെ നമുക്ക് ആരെടുത്ത് പറഞ്ഞു വിടാൻ പറ്റും? നമുക്ക് രണ്ട് തരത്തിലേ നമുക്ക് ഹെൽപ്പ് എടുക്കാൻ പറ്റുള്ളൂ. ഒന്ന്, നിങ്ങളുമായിട്ടൊരു ബന്ധമുള്ള വ്യക്തി നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് എന്ത് ഹെൽപ്പും തരും, നിങ്ങളുടെ വിഷമങ്ങൾ കേൾക്കും, റെഗുലറായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. ഇനി അതങ്ങനെ ഒരാളും ഇല്ലെങ്കിൽ നിങ്ങളുടെ കാര്യങ്ങൾ കേൾക്കാൻ ലിസണേഴ്സും കൗൺസിലേഴ്സും സൈക്കോളജിസ്റ്റുകളും തെറാപ്പിസ്റ്റുകളൊക്കെ ഉണ്ട്. അത് അവർക്ക് നിങ്ങളായിട്ടൊരു ബന്ധമില്ലാത്തത് കൊണ്ട് അത് പേയ്മെൻറ്റ് കൊടുത്തിട്ട് ചെയ്യേണ്ടി വരും നിങ്ങൾ. അത്രയേ ഉള്ളൂ. നമ്മൾ ഒരു ഹെൽപ്പ് പർച്ചേസ് ചെയ്യണം. നമ്മളുടെ ഒരു ബന്ധു, നമ്മുടെ വളരെ ഇഷ്ടപ്പെട്ട ഒരു ഫ്രണ്ടോ അല്ലെങ്കിൽ നമ്മുടെ ഭർത്താവോ ഭാര്യയോ മറ്റോ ആകുമ്പോഴും ഈ ഒരു റോള് കൈകാര്യം ചെയ്യുന്നുണ്ട്. അതിന് ചിലവില്ല എന്നൊന്നുമില്ല. ജീവിതകാലം മുഴുവൻ പല ചിലവും ഉണ്ട്. ഈ പ്രൊഫഷണൽസിൻ്റെ കൂടെ നമ്മൾ പേയ്മെൻറ്റിൽ ഒതുക്കുന്നു ആ കാര്യം. സോ ഞാൻ പറയുന്നത്, നമ്മൾക്കൊരാൾ ഇങ്ങനെ നമുക്കൊരു സങ്കടഘട്ടം വരുന്ന സമയത്ത് കേൾക്കാൻ വേണമെങ്കിൽ നമ്മൾക്ക് ആ ആളെ, അങ്ങനെ ഒരാളെ നിലനിർത്തി കൊണ്ടുപോകാൻ നല്ല പണിയുണ്ട്. ഒരു ബന്ധം ആ രീതിയിൽ റിച്ചായിട്ട് നല്ലൊരു ഫീലിംഗ് തരുന്ന, സൂത്തിങ് എക്സ്പീരിയൻസ് തരുന്ന ബന്ധം നിലനിർത്താൻ നമ്മളുടെ ഭാഗത്തു നിന്നും വലിയ ഇൻവെസ്റ്റ്മെൻ്റ് ഉണ്ട് അങ്ങോട്ട്. ഇമോഷണൽ ഇൻവെസ്റ്റ്മെൻറ്റ്, കുറേയധികം അക്സെപ്റ്റൻസും അവിടെ ആവശ്യമാണ്. നമ്മളിങ്ങനെ കുറേ ക്രൈറ്റീരിയ വെച്ച് ഇങ്ങനെയുള്ള ഒരാൾ ഉണ്ടെങ്കിൽ ഞാൻ കംഫർട്ടായാലും അങ്ങനെയൊന്നും നടക്കില്ലെന്നേ.